അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3172. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സ്ത്രീ പുരുഷ ഇടപെടലുകളെ കുറിച്ചാണ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഉസാമത്ത് ബിൻ സഈദ് സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, മാ തറക്തു ബഅദി ഫിന്നാസി, ജനങ്ങളിൽ ഞാൻ ഉപേക്ഷിക്കുന്നില്ല, ഇവിടെ ബാക്കി ഞാൻ കാണുന്നില്ല, ഫിത്നതൻ, ഒരു ഫിത്നയും, അളറ അലർ റിജാലി, പുരുഷന്മാർക്ക് ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്ന ഒരു ഫിത്നയും ഞാൻ കാണുന്നില്ല, മിനൻ നിസാ, സ്ത്രീകളെക്കാൾ. അഥവാ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ ഫിത്നയിൽ അകപ്പെടുത്തുന്ന ഒന്നും ഞാൻ കാണുന്നില്ല. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്ന ഇതാണ്. അതായത് ഈ ഇടപെടലുകൾ കൊണ്ട്, സ്ത്രീ പുരുഷ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. അതിനേക്കാൾ വലുത് ഞാൻ കാണുന്നില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതാണ് ഇവിടെ ബാക്കിയുള്ളത്. സ്ത്രീ പുരുഷ ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് ഫിത്നകളുണ്ടാവും. നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലും മറ്റുമൊക്കെ വായിക്കുന്ന പുതിയ സംഭവവികാസങ്ങൾ, എല്ലാ മേഖലകളിലും കാണുന്ന സംഭവ വികാസങ്ങളൊക്കെ, സിനിമകളിലാണെങ്കിലും മറ്റുമൊക്കെ കാണുന്ന ഈ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ, പ്രശ്നങ്ങൾ, അത് വളരെ രൂക്ഷമാണ്, എല്ലാ മേഖലയിലും ഉണ്ടാകും. അതിന് കാരണം ഇതാണ്, ഒരു പരിധിക്കപ്പുറം അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപെട്ടാൽ അത് തീർച്ചയായും ഫിത്നയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇടപെടലുകളിൽ സൂക്ഷിക്കണം. അന്യ പുരുഷൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ സംസാരിക്കാനോ ഇടപഴകാനോ കാണാനോ പാടില്ല. കാരണം അത് ഫിത്നയിലേക്ക് എത്തിപ്പെടും. ഒരു യാത്ര പോകുമ്പോൾ പോലും മഹ്റമിൻ്റെ കൂടെ പോകണം സ്ത്രീ, അല്ലെങ്കിൽ ഒരുപാട് ഫിത്നകൾ വരും. അപ്പോൾ ഇസ്ലാം വളരെ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടത്. അതിൻ്റെ നിർദ്ദേശങ്ങളാണ് തന്നത്. ആ സുരക്ഷിതത്തിൻ്റെ ആ വേലിക്കെട്ട് നാം പൊളിച്ചു പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് സ്ത്രീകളെ കുറ്റപ്പെടുത്തുക എന്നതല്ല, അത് മനുഷ്യ സഹജമാണ് എന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതൊരു സംഭവിച്ചിരിക്കും. അത് ആ ഒരു തോന്നലുകളും ചിന്തകളും ഉണർന്നിരിക്കും. അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് ആ സുരക്ഷാ വേലിക്കെട്ടുകൾ അവിടെ ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാതെ സ്ത്രീകളുടെ കുഴപ്പമാണെന്നല്ല, അതാണ് നമ്മുടെ വേലിക്കെട്ട്, നമ്മുടെ അതിർവരമ്പുകൾ, അത് സൂക്ഷിക്കണം. അല്ലെങ്കിൽ മനുഷ്യ സഹജമായി തന്നെ തെറ്റുകളിലേക്കുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കും. അല്ലാഹു തആല അത്തരം തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.